ഹായ് ഓൾ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ 8ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള കെമിസ്ട്രി ഓഫ് ചേഞ്ചസ് ആണ് പഠിക്കുക. അപ്പോൾ കെമിസ്ട്രി ഓഫ് ചേഞ്ചസ് എന്ന് പറയുമ്പോൾ തന്നെ മാറ്റങ്ങളുടെ കെമിസ്ട്രി എന്താ രസതന്ത്രം അല്ലേ? കെമിസ്ട്രി ഓഫ് ചേഞ്ചസ്. അപ്പോൾ ചേഞ്ചസ് എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് ചുറ്റും നോക്കിയാൽ ഒത്തിരി മാറ്റങ്ങൾ നമുക്ക് ചുറ്റും ഉണ്ടാവുന്നുണ്ട് അല്ലേ? ഇപ്പം നമുക്ക് തന്നെ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ജനിച്ചപ്പോൾ ഇരുന്ന പോലെയാണോ നമ്മളിപ്പോൾ ഇരിക്കുക? അല്ല. അപ്പോൾ പെട്ടെന്നൊരു മഴ വന്നു എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട് അല്ലേ? അങ്ങനെ ചുറ്റും നോക്കിയാൽ ഒത്തിരി മാറ്റങ്ങൾ കാണാം. അപ്പം ടെക്സ്റ്റിൽ ഈ ഒരു ഡയഗ്രത്തിൽ നമുക്ക് കുറച്ച് ഇമേജസ് കാണാം അല്ലേ? ഒരാളെ ശില്പം ഉണ്ടാക്കുന്നുണ്ട്, കല്ല് പൊട്ടിച്ചിട്ട് മെഴുകുതിരി കത്തുന്നുണ്ട്, പടക്കം പൊട്ടുന്നുണ്ട്, ഇവിടെ പഴം പഴുക്കുന്നുണ്ട്, വെള്ളം തിളക്കുന്നുണ്ട്, അതിൻ്റെ ഒപ്പം വിറക് കത്തുന്നുണ്ട്. ഇതൊക്കെ ഓരോ മാറ്റങ്ങളാണ് അല്ലേ? അപ്പോൾ എന്തൊക്കെ ഈ പിക്ചറിൽ കാണാമെന്ന് ചോദിക്കുമ്പോൾ രണ്ടെണ്ണം അവർ പറഞ്ഞിട്ടുണ്ട്. ഒരു ക്യാൻഡിൽ ബേൺ ചെയ്യുന്നുണ്ട്, ഫുഡ് ഉണ്ടാക്കുന്നുണ്ട്, മേക്കിംഗ് സ്കൾപ്ചർ ഫ്രം സ്റ്റോൺ, ഒരു കല്ലെന്ന് ശില്പം ഉണ്ടാക്കുന്നുണ്ട്, അതേപോലെ വാക്സ് ഇവിടെ മെൽറ്റ് ചെയ്യുന്നുണ്ട്. ഇനിയുണ്ട് അല്ലേ? അതായത് എന്താ പറയുക, റൈപ്പനിങ് ഓഫ് ബനാന ഉണ്ട്, അതേപോലെ ബേസ്റ്റിംഗ് ഓഫ് ഫയർ ക്രാക്കർ ഉണ്ട്. ഇതൊക്കെ ചേഞ്ചസ് ആണ്. ഇനി ഇപ്പം ഇവിടെ നമ്മൾ പല വസ്തുക്കൾക്ക് പല മാറ്റങ്ങൾ ഉണ്ടായി അല്ലേ? ഇപ്പം ഇവിടെ എന്താടാ, ഒരു സ്റ്റോണിനെ ഒരു ശില്പമായിട്ട് മാറ്റി, ബനാന പഴുത്തു അല്ലെ, പഴം പഴുത്തു. ഇതൊക്കെ ഒരേ ടൈപ്പുള്ള ചേഞ്ച് ആണോ? രണ്ടും മാറ്റാണ് അല്ലെ? രണ്ടിനും മാറ്റം സംഭവിച്ചു, പക്ഷെ ഒരേ ടൈപ്പ് ആണോ? അല്ല. ഇപ്പൊ ഇവിടെ നോക്കിയാല് നമ്മൾ ഈ ഒരു നമ്മളുടെ ശില്പം ഉണ്ടായത് അത് ആ ശില്പി ചെയ്തതാണ്, അതൊരു മാൻമെയ്ഡ് ആണെന്ന് പറയാം. നമ്മൾ മനുഷ്യനിർമ്മിതമായിട്ടുള്ളൊരു സംഭവമാണ്, മനുഷ്യ ചെയ്തൊരു ചേഞ്ച് ആണത്. പക്ഷെ പഴം പഴുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ ആണ് അല്ലേ? പഴം താനെ പഴുത്തതാ. ഇപ്പൊ നമുക്ക് പഴമൊക്കെ പഴുപ്പിക്കാൻ കുറെ വഴികളുണ്ട്, എന്നാലും അതൊരു നാച്ചുറൽ പ്രോസസ്സാണ്. അപ്പൊ നമ്മൾ ഇതേപോലെ ചുറ്റും നോക്കിയാൽ ഒത്തിരി ചേഞ്ചസ് കാണാം. പക്ഷെ ചില മാറ്റങ്ങൾ, ചില ചേഞ്ചസ് പുതിയ പുതിയ സബ്സ്റ്റൻസിനെ ഉണ്ടാക്കും. ഓക്കെ, ഇനി നമ്മൾ ചുറ്റും നോക്കിയാൽ വി ക്യാൻ സീ സോ മെനി സബ്ജക്ട്സ് അറൗണ്ട് അസ്. ഒത്തിരി സാധനങ്ങൾ നമുക്ക് കാണാം, ഇവർ പല മാറ്റങ്ങളും ഉണ്ടാവുന്നുണ്ട്. അപ്പം നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്, എല്ലാ സബ്സ്റ്റൻസും, യൂണിവേഴ്സിലെ എല്ലാ സബ്സ്റ്റൻസും എന്തിനെ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത്? മാറ്ററിനെ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. മാറ്ററിന്റെ മലയാളം ദ്രവ്യം. എല്ലാ വസ്തുക്കളും, ഇപ്പം ഞാനായിക്കോട്ടെ, നിങ്ങളായിക്കോട്ടെ, നമ്മുടെ പേന ആയിക്കോട്ടെ, ബുക്കായിക്കോട്ടെ, എല്ലാ സബ്സ്റ്റൻസും, പ്രപഞ്ചത്തിലെ എല്ലാ സബ്സ്റ്റൻസിനെയും മാറ്റർ കൊണ്ടായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ എന്തൊക്കെയാണ് ഈ മാറ്ററിന് സംഭവിക്കുക, എന്താണ് മാറ്ററിന്റെ പ്രത്യേകതകൾ എന്നൊക്കെ നോക്കണം. അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. അതിലാദ്യം നമുക്കൊരു എക്സ്പെരിമെന്റ് ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. എന്താ നോക്കിയുടെ, 2 ബീക്കർ എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒന്നിലേക്ക് ഒരു ചെറിയ കല്ല് കെട്ടിത്തൂക്കിയിട്ട് മറ്റേ ബീക്കറിലേക്ക് ഒരു വലിയ കല്ല് കെട്ടിത്തൂക്കിയിടുന്നുണ്ട് അല്ലെ? ചെറിയ സ്റ്റോൺ ഉണ്ട്, വലിയ സ്റ്റോൺ ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഹാപ്പൻസ് ടു ദ വാട്ടർ ലെവൽ. വാട്ടർ ലെവലിന് എന്ത് സംഭവിച്ചു? 2 ബീക്കറിലും വാട്ടർ ലെവൽ റൈസ് ചെയ്യും അല്ലെ? വാട്ടർ ലെവല് റൈസ് ചെയ്യും, കാരണം കല്ല് ഉള്ളിലേക്ക് വീഴുമ്പോൾ വാട്ടർ ലെവൽ റൈസ് ചെയ്യണമല്ലോ. എന്തുകൊണ്ടാണ് വാട്ടർ ലെവൽ റൈസ് ചെയ്തത്? എന്താണ് വാട്ടർ ലെവൽ റൈസ് ചെയ്യാനായിട്ടുള്ള കാരണം? അതായത് ആ കല്ല് വെള്ളത്തിലേക്ക് വീഴുമ്പോൾ കല്ലിന് ആ വെള്ളത്തിലിരിക്കാൻ ഒരു സ്പേസ് ആവശ്യമുണ്ട് അല്ലേ? കല്ലിന് വെള്ളത്തിലിരിക്കാൻ, ഇപ്പം നമുക്ക് ബെഞ്ചിലിരിക്കാൻ, നിങ്ങൾക്കൊരു ബെഞ്ചിലിരിക്കാൻ നിങ്ങൾക്കൊരു സ്പേസ് വേണ്ടേ? അതേപോലെ കല്ലിന് ആ വെള്ളത്തിലിരിക്കാൻ ഒരു സ്പേസ് ആവശ്യമുണ്ട്. അപ്പൊ കല്ല് ആ വെള്ളത്തിലേക്ക് ചെല്ലുമ്പോൾ അത്രയും ഭാഗത്തെ വെള്ളത്തിനെ അവിടെ നിന്ന് മാറ്റിയിട്ടാണ് ആ കല്ല് അവിടെ കയറിയിരിക്കുക. ഓക്കെ, അപ്പൊ ആ ഒരു സ്ഥലം, അപ്പോഴാണ് ആ ഒരു കാരണം കൊണ്ടാണ് വെള്ളം റൈസ് ചെയ്തത്. ഇനി ബിഗ്ഗർ സ്റ്റോൺ ആയപ്പോൾ എന്താണ് ഒബ്സർവ് ചെയ്ത് നോക്കിയടാ? ചെറിയ കല്ലായിരുന്നപ്പോൾ ഇത്രയായിരുന്നു വാട്ടർ ലെവല്, വലിയ കല്ലായപ്പോൾ കുറച്ചും കൂടെ മുകളിലേക്ക് അതിലെ വാട്ടർ ലെവൽ ഒന്നുകൂടെ കൂടി. അപ്പൊ ഇവിടുന്ന് നമുക്ക് എന്താ മനസ്സിലാക്കുന്നത്? അതായത് ഇതൊക്കെ ഇപ്പൊ നമ്മൾ പറഞ്ഞുള്ളൂ, പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും മാറ്റർ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, ദ്രവ്യം കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പൊ ഈ ദ്രവ്യത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ പറഞ്ഞു വരാം. അപ്പോൾ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ് ഒക്കുപ്പൈസ് സ്പേസ്, അതായത് ഒരു ഇരിക്കാൻ ഒരു സ്ഥലം വേണം. മാറ്ററിന് ഇരിക്കാൻ ഒരു സ്ഥലം വേണം. ആ സ്പേസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അതിൻ്റെ വോളിയം. ആ സ്പേസ് ആണ് അതിൻ്റെ വോളിയം. ഓക്കെ,
മാറ്റർ എല്ലാ വസ്തുക്കളും, പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും മാറ്റർ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ മാറ്ററിന് ഒക്കുപ്പൈ ചെയ്യാൻ സ്പേസ് ആവശ്യമുണ്ട്. ആ സ്പേസ് എന്തോരം ഒക്കുപ്പൈ ചെയ്യുന്നു എന്നുള്ളതിനെയാണ് നമ്മൾ വോളിയം എന്ന് വിളിക്കുക. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ ഈ 2 സ്റ്റോണിനെയും കല്ലിനെ എടുത്തിട്ട് നമ്മളൊരു ബാലൻസ് യൂസ് ചെയ്തിട്ട്, ബാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വെയിറ്റ് ഒക്കെ നമുക്ക് മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ് ബാലൻസ്. ഓക്കെ, രണ്ടും വെയിറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് അറിയാൻ പറ്റും? ഇവിടെ വലിയ കല്ലിന് കൂടുതൽ വെയിറ്റ് ഉണ്ടാവും അല്ലേ? നമുക്കറിയാമല്ലോ, വലിയ കല്ലിന് കൂടുതൽ വെയിറ്റ് ഉണ്ടാവും. അപ്പോൾ ഈ മാറ്ററിന് മാസ് ഉണ്ടെന്ന് മനസ്സിലായി. വിച്ച് ഈസ് അനദർ പ്രോപ്പർട്ടി ഓഫ് മാറ്റർ. മാറ്ററിന്റെ, ദ്രവ്യത്തിന്റെ വേറൊരു പ്രത്യേകതയാണ് പുള്ളിക്ക് എന്തുണ്ടാവും? മാറ്ററിന് എന്തുണ്ടാവും? മാസ് ഉണ്ടാവും. അപ്പൊ നമ്മളിപ്പോ 2 കാര്യങ്ങൾ പഠിച്ചു, സ്പേസും മാസും അല്ലെ? സ്പേസ് ഉണ്ട്, മാസ് ഉണ്ട്. മാറ്ററിന് സ്പേസ് വേണം, ഇരിക്കാൻ സ്പേസ് വേണം, അതിന് മാസും ഉണ്ടാകും. മാസും വെയിറ്റ് ഒന്നാണോ? അല്ല, ആക്ച്വലി മാസും വെയിറ്റ് ഒന്നല്ല. നിങ്ങൾ വ്യത്യാസം പിന്നീട് പഠിക്കും കേട്ടോ. അപ്പൊ നിങ്ങൾ വെയിറ്റ് എന്ന് തന്നെ ഉദ്ദേശിച്ചാലും മതി. രണ്ടിനും, അതായത് വലിയ കല്ലിന് മാസ് കൂടുതലായിരിക്കുമല്ലോ. അപ്പൊ ഇവിടെ മാറ്ററിന് സ്പേസ് വേണം, അതേപോലെ അതിന് മാസ് ഉണ്ടാവും. ഈ മാസ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താടാ? ഒരു സബ്സ്റ്റൻസിന്റെ മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിൽ എന്തോരം മാറ്റർ അടങ്ങിയിട്ടുണ്ട്, ആ ഒരു വസ്തുവില് എന്തോരം മാറ്റർ ഉണ്ട് എന്നുള്ളതാണ് അതിന്റെ മാസ്. വോളിയം എന്തായിരുന്നു? എന്തോരം സ്പേസ് വേണം, അതാണ് വോളിയം. ആ ഒരു വസ്തുവില് എന്തോരം മാറ്റർ അടങ്ങിയിട്ടുണ്ട്, അതാണ് അതിന്റെ മാസ്. ഓക്കെ, ഇനി അപ്പൊ നമുക്ക് സംശയം തോന്നാം, എയർ ഒരു മാറ്റർ ആണോ? ഇസ് എയർ എ ഫോം ഓഫ് മാറ്റർ? യെസ്, ദ ആൻസർ ഈസ് യെസ്. ആൻഡ് ദസ് എയർ നീഡ്സ് സ്പേസ് ടു ഒക്കുപ്പൈ. പിന്നെ വേണ്ടേ? എയറിനും സ്പേസ് വേണം അല്ലെ? എയറിനും ഇരിക്കാനായിട്ട് സ്ഥലം വേണം. ഇനി അപ്പൊ ഇത് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഒരു എക്സ്പെരിമെന്റ് നമുക്കിവിടെ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. നമ്മൾ ചെയ്ത് നോക്കാവുന്ന ഒരു എക്സ്പെരിമെന്റ് ആണ്. ഒരു വലിയൊരു, നിങ്ങൾക്ക് വേണമെങ്കിൽ ബക്കറ്റിലൊക്കെ ചെയ്ത് നോക്കാം. ബക്കറ്റിൽ വെള്ളം എടുത്തു, ഇപ്പോൾ ഇവിടെ വലിയൊരു പാത്രത്തിൽ വെള്ളം എടുത്തു, എന്നിട്ട് നമ്മളൊരു ഗ്ലാസ്, അതായത് സ്റ്റീൽ ഗ്ലാസ് ആയിക്കോട്ടെ, ചില്ല് ഗ്ലാസ് ആയിക്കോട്ടെ, ഗ്ലാസിൻ്റെ ഉള്ളിൽ ഒരു ടവല് കയറ്റി ചുരുട്ടി വെച്ചതിന് ശേഷം ഇത് തല തിരിച്ചിട്ട് അതിലേക്ക് ഇമ്മേഴ്സ് ചെയ്തു, മുക്കി. ഇങ്ങനെ മുക്കി. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ചരിച്ചൊന്നല്ല കേട്ടോ, നേരെ തന്നെ മുക്കണേ. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ, ഈ ഒരു ടവൽ ഇങ്ങനെ മുക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ടവല് നനയോന്നാണ്. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ അറിയാം, നനയത്തില്ല, ടവല് നനയത്തില്ല. ഇനി എന്തുകൊണ്ടാണ് വാട്ടർ ആ ഗ്ലാസിന്റെ ഉള്ളിലേക്ക് കടക്കാതിരുന്നത്? വൈ ഡസൻ വാട്ടർ എൻ്റർ ദ ഗ്ലാസ്? ആ ഗ്ലാസിന്റെ ഉള്ളില് എന്തുണ്ടായിരുന്നു? എയർ ഉണ്ടായിരുന്നു. ഓക്കെ, ആ ഗ്ലാസിന്റെ ഉള്ളില് എയർ ഉണ്ടായിരുന്നു. നമുക്ക് കുറച്ചു മുമ്പ് നമ്മളോട് ചോദിച്ച ചോദ്യം, എയറിന് ഇരിക്കാൻ സ്പേസ് വേണോന്ന്. അത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടുള്ള എക്സ്പെരിമെന്റ് ഇത്. എയറിന് ഇരിക്കാൻ സ്ഥലം വേണ്ടത് കൊണ്ടാണ്, എയർ അവിടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് വെള്ളത്തിന് ഇടിച്ചു കയറി ഉള്ളിലേക്ക് കയറാൻ പറ്റാതിരുന്നത്. ഇനി ഇങ്ങനെ ചെയ്തപ്പോ വാട്ടർ ലെവലിന് എന്തെങ്കിലും സംഭവിച്ചോ? നമ്മൾ ഈ ഗ്ലാസ് പിടിച്ച് തിരിച്ച് മുക്കിയപ്പോ വാട്ടർ ലെവലിന് എന്തെങ്കിലും സംഭവിച്ചോ? യെസ്, വാട്ടർ ലെവല് റൈസ് ചെയ്തു, വെള്ളം ഉയരും. അതായത് ഇപ്പൊ നമുക്ക് മനസ്സിലാവും, വാട്ടർ ലെവൽ ഇൻക്രീസ് ചെയ്തു എന്നുള്ളതിനർത്ഥം വോളിയം, അവിടെ എയറിന് വോളിയം ഉണ്ട് എന്നുള്ളതാണ് അല്ലെ? എയറിന് അവിടെ ഇരിക്കാൻ ഒരു സ്ഥലം വേണം. നമ്മൾ പറഞ്ഞു, ഒരു വസ്തുവിന് ഇരിക്കാൻ വേണ്ട സ്ഥലത്തിന് നമുക്ക് വോളിയം എന്ന് പറയാം. അപ്പൊ ഇവിടെ എയറിന് വോളിയം ഉണ്ട്. ഓക്കെ, ഇനി എയറിന് വോളിയം ഉണ്ടെങ്കിൽ മാസ് ഉണ്ടോ? മാസ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കണ്ടേ? അതെങ്ങനെ നമുക്ക് മനസ്സിലാവാം? നിങ്ങളിപ്പോൾ ഫുട്ബോൾ കളിക്കുന്ന ആൾക്കാരായിരിക്കുമല്ലോ, ഫുട്ബോൾ കളിച്ചിട്ടുണ്ടാവുമല്ലോ. ഈ ഫുട്ബോളില് എയർ നിറച്ചൊരു ഫുട്ബോളിന്റെ മാസും എയർ ഒന്നും ഇല്ലാണ്ട് ചുക്കി ചുളുങ്ങിയ ഒരു ഫുട്ബോളിന്റെ മാസ് സെയിം ആയിരിക്കോ? നമുക്കിതൊക്കെ ഡിജിറ്റൽ ബാലൻസ് ഉപയോഗിച്ച് നമുക്ക് മെഷർ ചെയ്യാം. അതായത് ഡിജിറ്റൽ ബാലൻസ് എന്ന് പറഞ്ഞാൽ ചെറിയ മാസിന്റെ വ്യത്യാസങ്ങൾ പോലും നമുക്ക് കാണിച്ചു തരുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ഡിജിറ്റൽ ബാലൻസ്. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അല്ലെ,
ഊതി വീർപ്പിച്ച് അല്ലെങ്കിൽ ഗ്യാസ് അല്ലട എയർ ഉള്ള ഫുട്ബോളിനായിരിക്കും മാസ് കൂടുതൽ. എന്താണെങ്കിലും ഉറപ്പല്ലേ, നമ്മൾ ചുക്കിച്ചുളുങ്ങിയ ഫുട്ബോളിനേക്കാളും മാസ് കൂടുതൽ എയർ ഉള്ളതിനായിരിക്കും. അപ്പോൾ നമുക്കിവിടെ ക്ലിയർ ആയി എയറിന് മാസും ഉണ്ട്. അപ്പൊ നോക്കിയേ, വോളിയം ഉണ്ട്, അതായത് സ്പേസ് വേണം, മാസും ഉണ്ട്. സ്പേസ് വേണ്ട ഒരാളെയും മാസ് ഉള്ള ഒരാളെയും നമുക്ക് എന്ത് വിളിക്കാം? മാറ്റർ എന്ന് വിളിക്കാമല്ലോ. ഇത് നോക്കണേ, മാറ്ററിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അറിഞ്ഞിരിക്കണം. എനിത്തിങ് ദാറ്റ് ഒക്കുപ്പൈസ് സ്പേസ് ആൻഡ് ഹാസ് മാസ് ഇസ് കോൾഡ് മാറ്റർ. എന്ത് സാധനമാണെങ്കിലും അതിനിരിക്കാൻ ഒരു സ്ഥലം വേണമെങ്കിലും അതിനൊരു മാസ് ഉണ്ടെങ്കിലും നമുക്കതിനെ മാറ്റർ എന്ന് വിളിക്കാം. ക്വസ്റ്റ്യൻ ചോദിക്കാട്ടോ, വാട്ട് ഇസ് മാറ്റർ എന്ന് ചോദിക്കാം. അപ്പൊ നമുക്കിവിടെ എയറും ഒരു ഫോം ഓഫ് മാറ്റർ ആണെന്ന് മനസ്സിലായി. ഇനി മാറ്റർ മെയിൻ ആയിട്ട് 3 അവസ്ഥകളിലാണ് നമുക്ക് കാണാം. എല്ലാവർക്കും അറിയാലോ, സോളിഡ്, ലിക്വിഡ് അല്ലെ, ഗ്യാസ്. നമുക്ക് ചുറ്റും കാണുന്ന മെയിൻ ആയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് 3ആയിട്ട് ക്ലാസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ സോളിഡ് ഉണ്ട്, ലിക്വിഡ് ഉണ്ട്, ഗ്യാസ് ഉണ്ട്. ഇനി ഇത് 3 മാത്രമാണെന്ന് വിചാരിക്കരുതേ. മാറ്റർ മെയിൻ ആയിട്ട് 3 സ്റ്റേറ്റിലേ ഉള്ളൂ എങ്കിലും ഇപ്പൊ പുതിയ പുതിയ സ്റ്റേറ്റുകൾ കണ്ടുപിടിക്കുന്നുണ്ട്. 4th സ്റ്റേറ്റ് ഓഫ് മാറ്ററിനെയാണ് നമ്മൾ പ്ലാസ്മ എന്ന് വിളിക്കുക. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പ്ലാസ്മയാണ് യൂണിവേഴ്സിൽ ഏറ്റവും കൂടുതൽ ഏത് സ്റ്റേറ്റിലാണ് വസ്തുക്കൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാസ്മയാണ്. കാരണം നമ്മളുടെ സ്റ്റാർസും നെബുലയും ഒക്കെ പ്ലാസ്മയുടെ ഫോമിലായിരിക്കാം. ഓക്കെ, അത് ഹൈ ടെമ്പറേച്ചറിൽ ഫോം ചെയ്യുന്നൊരു സംഭവമാണ് പ്ലാസ്മ. ഇനി പ്ലാസ്മ മാത്രമല്ല, 4th സ്റ്റേറ്റ് ഓഫ് മാറ്റർ ക്വിസിനൊക്കെ ചോദിക്കാം. 4th സ്റ്റേറ്റ് ഓഫ് മാറ്റർ പ്ലാസ്മയാണ്. അതുകൂടാണ്ട് പിന്നെയും സ്റ്റേറ്റുകൾ ഉണ്ട് കേട്ടോ. ബോസ്-ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്, ഫെർമിയോണിക് കണ്ടൻസേറ്റ് എക്സെട്ര. ഇതൊക്കെ മാറ്ററിന്റെ മറ്റ് രൂപങ്ങളാണ്. നമുക്ക് ഏറ്റവും മെയിൻ ആയിട്ട് എന്ത് പഠിച്ചാൽ മതി? 3 സ്റ്റേറ്റ്സ് ആയിട്ടുള്ള സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ജസ്റ്റ് പ്രോപ്പർട്ടീസ് ടിക്ക് ചെയ്യാനുള്ളൂ. പ്രോപ്പർട്ടി ഇതാണ്, ഡെഫിനിറ്റ് മാസ് ഉണ്ടോ? സോളിഡിന് ഡെഫിനിറ്റ് മാസ് ഉണ്ടോ? നമ്മളിപ്പോൾ സോളിഡ് രൂപത്തിലിരിക്കുന്ന സാധനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വെയിറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഡെഫിനിറ്റ് നമുക്കൊരു മാസ് കിട്ടും. അപ്പോൾ ഡെഫിനിറ്റ് വോളിയം ഉണ്ടോ? അതായത് ഇരിക്കാൻ ഒരു സ്പേസ് വേണമല്ലോ. അപ്പൊ എന്താണെങ്കിലും ഡെഫിനിറ്റ് വോളിയം ഉണ്ട്. ഇനി ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ടോ? സോളിഡ് ആണെങ്കിൽ ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ടാവും. ലിക്വിഡ് ആണെങ്കിൽ ഡെഫിനിറ്റ് ഇതേപോലെ നമുക്കൊരു മാസ് ഉണ്ടാവും. ലിക്വിഡിന് നമ്മൾ എടുത്ത് മാസ് ചെയ്ത് വെയിറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിനൊരു മാസ് ഉണ്ടാവും. ഡെഫിനിറ്റ് വോളിയം ഉണ്ടാവും. ഇരിക്കാൻ ഒരു സ്പേസ് വേണം, ആ ഒരു സ്പേസിന് വോളിയം എന്ന് വിളിക്കുക. അതായത് ഇപ്പോൾ 1 ലിറ്റർ, 2 ലിറ്റർ, 3 ലിറ്റർ എന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പൊ അതിന് ഡെഫിനിറ്റ് ആയിട്ടുള്ളൊരു വോളിയം ഉണ്ട്. അപ്പൊ ഡെഫിനിറ്റ് വോളിയം ഉണ്ട്, പക്ഷെ ഡെഫിനിറ്റ് ഷേപ്പ് ഉണ്ടോ? അത് നമ്മളിപ്പോ നല്ല വട്ട ഷേപ്പുള്ള, അതായത് ഒരു സർക്കുലർ, ഒരു സ്പിരിക്കൽ ഷേപ്പിലുള്ള ഒരു കുപ്പിയിൽ വെള്ളത്തിന് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അതിന് ആ കുപ്പിയുടെ ഷേപ്പായി. നമ്മളൊരു സിലിണ്ടറിക്കൽ കുപ്പിയിലാണ് എടുത്ത് വെക്കുന്നതെങ്കിൽ അതിന്റെ സിലിണ്ടറിക്കൽ ഷേപ്പായി. ഇനി വേറൊരു രീതി നിലത്തൊഴിച്ചിട്ട് കഴിഞ്ഞാൽ അതിന്റെ ഷേപ്പ് മാറി. അപ്പൊ നമ്മൾ ഏത് കണ്ടെയ്നറിൽ എടുക്കുന്നു അതനുസരിച്ചിരിക്കും അതിന്റെ ഷേപ്പ്. ഇനി ഗ്യാസിനാകുമ്പോൾ ഡെഫിനിറ്റ് മാസ് ഉണ്ടോ? നമ്മൾ മുമ്പ് ബലൂണിനെ മെഷർ ചെയ്തില്ലേ? ബലൂണല്ല, ഫുട്ബോളിനെ മെഷർ ചെയ്യാനുള്ള ഒരു എക്സ്പെരിമെന്റ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു അവിടെ മാസ് ഉണ്ട് അല്ലേ, അതിന് മാസ് ഉണ്ട്, പക്ഷെ ഡെഫിനിറ്റ് വോളിയം ഇല്ല. ഡെഫിനിറ്റ് വോളിയം ഇല്ല എന്ന് പറയാൻ കാര്യം, നമ്മൾ 1 ലിറ്റർ കപ്പാസിറ്റി ഉള്ള ഒരു കണ്ടെയ്നറിലേക്ക് നമ്മൾ ഗ്യാസിനെ എടുത്താൽ അതിന്റെ വോളിയം 1 ലിറ്റർ ആവും. അതേ ഗ്യാസിന് നമ്മൾ 2 ലിറ്റർ കപ്പാസിറ്റി ഉള്ള ഒരു കണ്ടെയ്നറിലേക്ക് എടുത്താൽ അതിന്റെ വോളിയം 2 ലിറ്റർ ആവും. അപ്പോൾ നമ്മൾ എടുക്കുന്ന കണ്ടെയ്നർ അനുസരിച്ച് അതിന്റെ വോളിയത്തിൽ മാറ്റം വരും. അപ്പോൾ ഡെഫിനിറ്റ് വോളിയം ഇല്ലാത്ത ആളാണ് നമ്മളുടെ ഗ്യാസ്. അതേപോലെ ഡെഫിനിറ്റ് ഷേപ്പും ഇല്ല. ലിക്വിഡിന്റെ കേസ് പറഞ്ഞതുപോലെ തന്നെ അതിന് ഡെഫിനിറ്റ് ഷേപ്പും ഇല്ല. ഇപ്പൊ മനസ്സിലായല്ലോ? ഈ 3 സ്റ്റേറ്റിൽ മാത്രമല്ല മാറ്റർ ഉള്ളതെന്നും നമ്മൾ പഠിച്ചു. പ്ലാസ്മയാണ് 4ാമത്തെ സ്റ്റേറ്റ്, അതേപോലെ വേറെ സ്റ്റേറ്റുകളും ഉണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ മെയിനായിട്ട് പഠിച്ച കാര്യങ്ങൾ, ഒത്തിരി മാറ്റങ്ങൾ നമുക്ക് ചുറ്റും ഉണ്ടാവുന്നുണ്ട്. ഇനി യൂണിവേഴ്സിലെ എല്ലാ വസ്തുക്കളിനെയും മാറ്റർ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. മാറ്ററിന്റെ പ്രത്യേകതകള്, മാറ്ററിന് ഇരിക്കാൻ സ്പേസ് വേണം, അതേപോലെ മാറ്ററിന് മാസും ഉണ്ടാവും. ഓക്കെ അല്ലേ? പിന്നെ ഈ 3 മെയിനായിട്ട് മാറ്റർ എക്സിസ്റ്റ് ചെയ്യുന്നത് ഈ 3 സ്റ്റേറ്റുകളിലാണ്. ഇനിയും സ്റ്റേറ്റുകൾ ഉണ്ട്, അവരുടെ പ്രത്യേകതകളും നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ അല്ലേ? അപ്പൊ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലായെങ്കിൽ
ഇത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.